സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരാരെങ്കിലും അവിടെ ഗെയിം കളിച്ചിട്ടുണ്ടോ ഈ ഒരു സീസണിൽ? ഈ സീസൺ 7 എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവരാരും ഗെയിം കളിച്ചിട്ടില്ല. മാത്രമല്ല ഇവരാരും ഫേക്ക് ആയിട്ട് തോന്നുന്നില്ല. ഇവരെല്ലാം പക്ക റിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഗെയിം അല്ല ഇവരവിടെ എടുത്തിട്ട്, ഇവരെല്ലാം പേഴ്സണൽ ആയിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത് എല്ലാ കാര്യങ്ങളും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ട്. ഇത് എന്തോന്നൊക്കെ പറയുന്നത് ഇന്നത്തെ എപ്പിസോഡില്. ശാരികയ്ക്ക് അനുമോളോട് ക്രഷ് എന്ന്, അത് അനുമോൾക്ക് ശാരികയോടുള്ള ക്രഷാക്കി മാറ്റണമെന്നും. ഇത് പോരാനിട്ട് അപ്പാനി ബിൻസി വിഷയം പറഞ്ഞ് ഇന്ന് അനുമോളെ എക്സ്പോസ് ചെയ്യണം എന്ന് ചെയ്തത്. ബട്ട് ഓൾവേസ് അവിടെയും പേഴ്സണൽ, എല്ലാം പേഴ്സണൽ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് മസ്താനി കയറിയെന്ന് ശരിക്കും പറഞ്ഞാൽ തല കുനിച്ചാണ് കയറി വന്നതെന്നാണ് പറയാൻ. കാരണം മസ്താനി ആരോടും മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ലാതെ മസ്താനി കയറി വരികയാണ് ചെയ്തത്. എല്ലാം വ്യക്തിപരമായിട്ടാണ് ഇവർ എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം പേഴ്സണൽ ആയിട്ടാണ് ആ ഒരു മൈൻഡിലാണ് ഇവർ എടുത്ത് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. പണ്ടൊക്കെ നേരത്തെ കഴിഞ്ഞ വർഷത്തെ ഒക്കെ ഒരു റീയൂണിയൻ ഉണ്ടല്ലോ ഇവരുടെ എല്ലാവരുടെയും. അതൊക്കെ എന്ത് രസമായിരുന്നല്ലേ, പുറത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ബിഗ് ബോസ് ഉടനെ വാണിങ്, അത് എടുത്തു പറയണം. പുറത്തെ ഒരു കാര്യം പറയുമ്പോൾ ബിഗ് ബോസ് വാണിങ് ഇടും. ബിഗ് ബോസിന്റെ വാണിങ് പോരാത്തതിന് ഇവരെല്ലാവരും കാണിച്ച് പരസ്പരം പറഞ്ഞതെല്ലാം പറഞ്ഞ് തീർത്ത് കളിച്ച് ചിരിച്ച് ഒരെല്ലാം മറന്ന് നിൽക്കുന്ന ഒരു ഇതായിരുന്നു. ഇത് വന്നിട്ട് ഓടഞ്ഞ എല്ലാം അയവെട്ടി പുറത്ത് നടന്ന സകല കാര്യങ്ങൾ ഇപ്പൊ വീടിനകത്തായിട്ടുണ്ട്. പുറത്ത് നടന്ന സകല കാര്യങ്ങൾ ഇപ്പൊ വീട്ടിനകത്ത് എത്തി, എല്ലാവരുടെയും കാതുകളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ബിഗ് ബോസ് കിടന്ന് ഉറങ്ങുകയാണോ? എനിക്ക് അങ്ങനെ തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ ഇവരെല്ലാം പുറത്ത് നടന്ന കാര്യങ്ങൾ, ഈ ആൾക്കാർ കയറി വരുമ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം എന്നുള്ള അതെനിക്കൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് വെച്ചേ തോന്നുന്നു. കാരണം ബിഗ് ബോസ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആ സീസൺ 8 തമിഴ് സീസൺ 8 ഈ കുറച്ചു പേര് വന്നിട്ട് പുറത്ത് എല്ലാ കാര്യങ്ങളും വലിച്ചു കീറിയിട്ട് അവിടെ പറഞ്ഞതിന് ബിഗ് ബോസ് പാതി രാത്രി ലൈറ്റ്സ് ഓൺ ആക്കി അവരെ പിടിച്ചു തിരുത്തി വലിച്ചു കീറിയാണ് ബിഗ് ബോസ് ചെയ്തത്. അവരെ ഈ പറഞ്ഞവരെല്ലാം പാതി രാത്രി 11 മണിക്ക്, അത് ഏത് സീസൺ 8 അവസാനത്തെ അവസാനത്തെ എപ്പിസോഡ്, അതിന് മുമ്പത്തെ എപ്പിസോഡ് എന്തോ, അതായത് ഫിനാലേക്ക് മുമ്പുള്ള 2ാമത്തെ എപ്പിസോഡോ ഏതോ എപ്പിസോഡിലാണ് അവരെയൊക്കെ പിടിച്ച് വലിച്ചു കീറിയിട്ട് ബിഗ് ബോസ് ചെയ്തത്. എന്തിനു നിങ്ങൾ ഇത് പറഞ്ഞു? ഫാറ്റ്മാൻ ഓർമ്മയുണ്ടത്? ഈ തമിഴ് കണ്ടവർക്ക് ഓർമ്മയുണ്ടത്? ഫാറ്റ്മാനെ പുറത്തെ കാര്യങ്ങളെല്ലാം പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ ഗെയിമാക്കി എടുത്തതിന് ഫാറ്റ്മാനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തി ശകാരിച്ചു. ഫാറ്റ്മാൻ അവിടെ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ തമിഴ് കണ്ടവർക്ക് അറിയാം. അതുപോലെ ഇവിടെ വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇനി PR-നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ബോസിന്റെ ശ്രമമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പുറത്തെ കാര്യങ്ങൾ എല്ലാവരോട് പറയുന്നുണ്ട്. പുറത്തെ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇതും പോരാനിട്ട് അടുത്ത വിഷയം പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അതായത് ശാരികയ്ക്ക് അനുമോളോട് പ്രണയം, ശാരികയ്ക്ക് അനുമോളോടൊരു ഇഷ്ടം, ക്രഷ്. ഇത് എന്താ ആൾക്കാരെ ഇത് എന്ന് ആദില പറയാണ്. അതായത് ആദിലയോട് ശാരിക പറഞ്ഞിട്ടുണ്ട്, എന്റെ ശാരിക അനുമോളോട് ഇങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി ഞാൻ ആണുങ്ങളെ മാത്രമേ കേട്ടുള്ളൂ എന്ന് അനുമോള് തിരിച്ചു പറഞ്ഞു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്ത് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് സത്യം പറഞ്ഞ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാം. ഇപ്പൊ എന്താണ് ഈ തമിഴ് ബിഗ് ബോസ് തൊട്ടപ്പുറം തുടങ്ങിയോണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം തമിഴ് പാട്ടുകളേ ഉള്ളൂ. ഇപ്പൊ തമിഴ് പാട്ടുകളെ അവിടെ മോർണിംഗ് സോങ് ആയിട്ട് ഇടുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഇട്ടോട്ടെ. അതിനുശേഷം ഇവിടെ കടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ശാരികയും ശൈത്യയും കൂടെ അടിയാവുന്നുണ്ട്. സംഭവം ഈ അനുമോളും ശാരിക ആ പ്രശ്നമുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ആദിലിനെ കുറെ പറയുന്നുണ്ട് ശാരിക. ഇത് ശൈത്യക്ക് പിടിക്കുന്നത്. ശൈത്യ ഉടനെ തിരിച്ചു പറയുമ്പോൾ ശാരികയും ശൈത്യയും കൂടെ അവിടെ വഴക്കാവുന്നുണ്ട്.
എന്നാ അവിടെ പറയാ, ശൈത്യയാണെങ്കിൽ ശൈത്യയുടെ പ്രൊഫഷണൽ പറഞ്ഞ എക്സ്പോസ് അല്ല പൊട്ടി തിരിച്ച് പറയുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് കുറെ പറയുന്നുണ്ട്. അതാ വീട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനുശേഷം പ്രവീണും ജിഷിനും കൂടെ വീട്ടിനകത്തേക്ക് വരികയാണ്. അതിനുശേഷം റെനയും അഭിലാഷും വീട്ടിനകത്തേക്ക് വരികയാണ്. ആൻഡ് റെന വന്നപ്പോ തന്നെ സാരികേനൊന്ന് ചൊറിഞ്ഞപ്പോ തന്നെ സാരിക അവിടെ കരയാണ് ചെയ്യുന്നത്. എന്നിട്ട് സാരികനെ പോയി പറയുന്നുണ്ട്, തിരിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം റെനയും മുൻഷിയും കൂടെ അവിടെ വഴക്കുണ്ടാവുന്നുണ്ട്. കാരണം മുൻഷിക്കും പണ്ടേ റെനേനെ കണ്ടുവിടാം, റെനയ്ക്കും പണ്ടേ മുൻഷിനെ കണ്ടുവിടാം. അപ്പം ഇന്ന് അവര് തമ്മിൽ എന്തോ പാട്ട് പാടിയ റെന എന്തോ പാട്ട് പാടിയതിന് മുൻഷി കയറി ചുമ്മാ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇയാൾക്ക് ഇത് എന്തിന്റെ അവസ്ഥയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. വന്ന ഉടനെ ഒരുമാതിരി ഷോ ഓഫ് ആണ് ഈ മുൻഷി രഞ്ജിത്ത് കാണിക്കുന്നത്. ഇനി ഇറങ്ങിപ്പോയതിന്റെ ദേശീയ വിരോധമാണോ എന്നൊന്നും അറിഞ്ഞൂടെ, ഒരു വല്ലാത്ത ഷോ ഓഫ് ആണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഇതിന് ഇതൊക്കെ പറഞ്ഞ് പോകാനേ ഉള്ളൂ, കാരണം വലിയ കാണുന്നൊന്നും അല്ല. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് മസ്താനി വരികയാണ്. മസ്താനിയുടെ എൻട്രി എന്ന് പറയുമ്പം ഒരു എന്താ പറയാ, മസ്താനി വരണ്ടെന്നുള്ള രീതിക്കാണ് മസ്താനി വന്നത്. മസ്താനി കാണുന്ന ഷാപ്പാനി കയറി പോകുന്നുണ്ട്, എനിക്ക് അവളെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പാനി. മസ്താനി, എനിക്ക് സത്യം പറഞ്ഞാൽ മസ്താനിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പം സങ്കടം തോന്നി. കാരണം മസ്താനിയുടെ ഗെയിം കളിക്കാൻ നോക്കിയതാണ്, ആ ഗെയിം കഴിഞ്ഞത്. പക്ഷെ മസ്താനി ഒരുപാട് സൈബർ അറ്റാക്ക് ബുള്ളിങ്ങും പുറത്ത് നേരിട്ടിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ കയ്യിൽ തന്നെ കളിയാക്കലൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താണ്, ആരും വലുതായിട്ട് ആരും മസ്താനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നൊന്നും ആരും സ്വീകരിക്കുന്നില്ല. കുറച്ചു പേരൊക്കെ എന്തോ സ്വീകരിക്കുന്നുള്ളൂ. എനിവേ മസ്താനി വരുന്നു, അപ്പാനിക്ക് അത് ഇഷ്ടപ്പെടുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ അനീഷ് വന്നിട്ട് ആദില നൂറ ഇവരൊക്കെ ബെഡിയിരിക്കുമ്പോ വന്നിട്ട് പാത്രം കഴുകാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് ശാരികയായിട്ട് ഈ ആദില നൂറയൊക്കെ അടി ഉണ്ടാവുന്നത്. ഈ സംഭവം എന്താന്ന് വെച്ചാൽ ഈ ആദിലയോട് പോയിട്ട് അപ്പം നടന്ന കാര്യമാണ്. ആദിലയോട് പോയിട്ട് ശാരിക പറഞ്ഞിട്ടുണ്ട്, ഈ അനുമോളുടെ കെട്ടിപ്പിടുത്തമൊന്നും ശരിയല്ല, അനുമോളുടെ കെട്ടിപ്പിടുത്തമൊന്നും എനിക്ക് ശരിയല്ല, ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ശാരികയ്ക്ക് എന്തോ അനുമോളോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ശാരികയോട് ഇങ്ങനെ വന്ന് കോളേജ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഗേൾസ് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്നാണ് പറയുന്നത്. ഇനി തെറ്റായി പോയെന്ന് എനിക്ക് അറിയില്ല ക്ലിയർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവര് വളച്ചൊടിച്ചു വെച്ചു എന്ന് പറഞ്ഞ ശാരിക കട്ട കലിപ്പിലാണ്. ആദിലെ നൂറായിട്ട് ഭയങ്കര കട്ട കലിപ്പിലാണ് നിൽക്കുന്നത്. ഭയങ്കര വഴക്ക് ബഹളം ഉണ്ടാവുന്നുണ്ട്. ഈ കേസ് എല്ലാവരും അറിയുന്നുണ്ട്. ഇതിലും ബലിയാട് അനുമോളാണ്. ഇതില് ഇന്ന് ആദില് ശരിക്കും പറഞ്ഞ ആദില് ഇന്ന് നല്ലപോലെ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തു. ഇന്നലെ ശൈത്യ വന്നത് മുതല് അനുമോളെ നല്ലതുപോലെ ആദിലെ നൂറയും ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട്. ശൈത്യയുടെ അതേ ബാധയാ എന്താ, ആദിലേക്ക് നൂറക്കിട്ട് നല്ലപോലെ അനുമോളെ കിട്ടുന്ന അവസരത്തിൽ നല്ലപോലെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട്. ഇന്ന് ക്ലിയർ ആയിട്ട് അനുമോളെ മുമ്പിട്ട് തന്നെ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തുന്നേ ഞാൻ പറയുള്ളൂ. ശരിക്കും ആ അപ്പാനിയുടെ ബിൻസിയുടെ വിഷയത്തിൽ അനുമോള് എക്സ്പോസ്ഡ് ആയതാണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുള്ളൂടാ. പക്ഷെ ആദ്യം കറക്റ്റ്ലി അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് അനുമോൾ തിരിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ ഒരു ബിൻസി അതിലോട്ട് ഞാൻ വരാം. ആൻഡ് ഈ ഒരു പ്രശ്നം അവിടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുകയാണ്. അങ്ങനെ ശാരിക എന്ത് ചെയ്യുന്നത്, ശാരിക കുറെ പറയുന്നുണ്ട്, അവിടെ വഴക്കുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ അവിടെ വഴക്കാവുകയാണ്. ആൻഡ് പിന്നെ ആ സമയത്ത് ഇതില് അപ്പാനിയും നമ്മുടെ അക്ബറും കൂടെ പോയി ചോദിക്കുമ്പോഴാണ് ശാരികയ്ക്ക് അനുമോളോട് പ്രണയമുണ്ട്, പക്ഷെ അത് അനുമോൾക്ക് ശാരികയോടാണെന്ന് പറഞ്ഞു തീർക്കണം എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കുന്നത്. എല്ലാരും എടാ ചുമ്മാ വന്നില്ല ഒരാളെ കെട്ടിപ്പിടിച്ച അങ്ങനെ ആവോ, എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ആവോ? ഇതിപ്പോ ഏതാണ്ട് എന്തോന്നാ അനുമോള് ജിസയിലെ ആരിനെ വച്ച് പറഞ്ഞതുപോലെയാണ് ആദിൽ ഇത് പറഞ്ഞപ്പോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതൊരു നാണം കെട്ട പരിപാടിയാണ് എന്തോ. ഇതിനുശേഷം ആദിലയും നൂറയും നല്ലതുപോലെ ബാക്ക് സ്റ്റാബേഴ്സ് ആണെന്ന് ശാരിക അവിടെ പറയുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതിനുശേഷം ആതിര പോയിട്ട് ശാരികയോട് സംസാരിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ലേ വിക്കി പോകുന്നത്, എനിക്ക് ഒട്ടും വയ്യ, തൊണ്ട ഒട്ടും വയ്യ, നല്ല കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് നീണ്ട് ലാഗായി പോകുന്നത്. അപ്പം ഇതാണ് അവിടെ നടന്ന സംഭവം. ശാരികയും ആദിലയും നൂറയും തമ്മിലുള്ള ആ വിഷയം, അനുമോളുടെ പേരും പറഞ്ഞാണ് വിഷയം അവിടെ ഉണ്ടാവുന്നത്. ശരിക്കും ശാരിക അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആദിലയും നൂറയും ബാക്ക് സ്റ്റാബേഴ്സ് ആണെന്ന്, അതായത് പിന്നിൽ നിന്ന് കുത്തുന്നവരാണെന്ന്
ശാരിക ആദിലയും നൂറേയും പറ്റി പറയുന്നുണ്ട്. ആദില അത് ഇന്ന് വൈകിട്ട് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് രാത്രി ആ ഒരു സംഭവത്തിലോട്ട് വരാം. ആൻഡ് ഇതിനുശേഷമാണ് നെവിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. നെവിൻ അവിടെ ഇവരുടെ പൂരി ഉണ്ടാക്കുമ്പോൾ നെവിൻ പോയിട്ട് പൂരി എടുക്കുന്നതാണ്. എന്നിട്ട് നെവിന്റെ കയ്യിൽ നിന്ന് പൂരി വാങ്ങി അതെന്ത് ചെയ്തു, നേരെ വേസ്റ്റ് ബിന്നിലോട്ട് ഇട്ടു. ജിഷിൻ വേസ്റ്റ് ബിന്നിലോട്ട് ഇട്ടു. ആൻഡ് ആ സമയത്ത് നെവിന്റെ കൈ പൊള്ളി. ഇത് ഈ ശാരീരിക വിഷയം സംസാരിക്കുകയാണ്. നെവിന്റെ കൈ പൊള്ളി. ആൻഡ് ഇതിനുശേഷം നെവിൻ പോയി പറയുന്നുണ്ട് എനിക്കിനി നിങ്ങൾ ഉണ്ടാക്കുന്ന പൂരി വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെവിൻ അവിടെ കുറെ പറയുന്നുണ്ട്. ഈ മുൻഷിൻ ചേർന്ന് കുറെ പറയുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് തന്നെ എന്തോ നെയ്യാണ് നെവിന് വേണ്ടിയിട്ട് അക്ബറൊക്കെ പോയിട്ട് അവിടെ സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞ ഈ അവിടെ നിൽക്കുന്നവരെ കാട്ടി ചുരുക്കാണ് ഈ വന്ന് കയറിയവർക്ക്. ഇതിനിടയ്ക്ക് ഷാനവാസ് നല്ലപോലെ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പിന്നീന്ന് കുത്തുന്നുണ്ട്, കുറെ ഒച്ചി കൊടുക്കുന്നത്. ഈ അനീഷ് ശരിക്കും പറഞ്ഞ ഷാനവാസാണ് ശരിക്കുള്ള ബാക്ക് സ്റ്റാബർ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഷാനവാസ് അനീഷിനെ അനുമോളെ നല്ലതുപോലെ ഒച്ചി കൊടുക്കുന്നുണ്ട്. വരുന്നവരുടെ മുമ്പിൽ നല്ലതുപോലെ ഒച്ചി കൊടുക്കുന്നുണ്ട്. ഈ ബിൻസിയുടെ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഇൻവോൾവ് ആണ്. എന്നിട്ട് ഷാനവാസ് ഒച്ചി കൊടുത്തിട്ട് ഷാനവാസ് ഓടിപ്പോയി. അത് അപ്പാനെ അവിടെ പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞ ഷാനവാസ് ഈ അക്ബറൊന്നും ഒന്നുമല്ല കേട്ടോ. ഷാനവാസാണ് ഈ ശരിക്കുള്ള ബാക്ക് സ്റ്റാബർ. സീരിയസ്ലി വില്ലൻ എന്ന് പറയുന്നത്. അപ്പൊ മസ്താനി പിന്നീട് അവിടെ ബെഡിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വരാനേ താല്പര്യമില്ല, എനിക്ക് ഒരുപാട് ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് മസ്താനി അവിടെ കരയുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് അപ്പാനെ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ കൊച്ചിനോട് ഒരു ദേഷ്യവുമില്ല. അപ്പാനെ അപ്പുറത്തുനിന്ന് പറയുന്നത് എനിക്ക് ഈ കൊച്ചിനോട് ഒരു ദേഷ്യവും ഇല്ല. അപ്പോഴാണ് അക്ബറിനോട് സരിക പറയുന്നത് കലാഭവൻ സരിക പറയുന്നത് നമ്മുടെ ആര്യനും മസ്താനിയുടെ ഇന്റർവ്യൂവിൽ അപ്പാനെ കൊന്നു വെക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതിനെ ഫുൾ ഇന്റർവ്യൂ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. കൊന്നു വെക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ പുറത്ത് നടന്ന കാര്യം എന്ത് ധൈര്യത്തിലാണ് ഇവരൊന്ന് അകത്ത് പറയുന്നത്? എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ബിഗ് ബോസ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അകത്ത് വന്ന് പറയണം, പുറത്തെ കാര്യങ്ങളെല്ലാം അകത്ത് വന്ന് പറയണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു വിട്ടുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു സീസണിൽ പുറത്തെ കാര്യങ്ങൾ പറയാൻ അവരനുവദിക്കില്ല. ഒരു സീസണിൽ പുറത്തെ കാര്യങ്ങൾ പറയാൻ അവർ അനുവദിക്കുന്നില്ല. ഇത് എല്ലാ കാര്യങ്ങളും ഇവര് തിരിച്ചു പറയുകയാണ്. എന്തോന്നാണോ അത് ഇവരെ ഈ കാണിച്ചു കൂട്ടുന്നത്? സത്യം പറഞ്ഞ ഒരു അൺഹാപ്പി, ആ ഒരു ഹോട്ട്സ്റ്റാറിലെ ക്യാപ്ഷൻ കറക്റ്റ് ആണ്. ഒരു അൺഹാപ്പി റിയൂണിയൻ ആണിത് സീരിയസ്ലി. ആൻഡ് ഇതിന് ശേഷമാണ് നമ്മുടെ അപ്പാനി അവിടെ അനുമോളോട് സംസാരിക്കുന്നത്. ബിൻസിയുടെ വിഷയമാണ്. അപ്പാനി ക്ലിയർ ആയിട്ട് അപ്പാനി എന്ന് പറയുന്നു. അപ്പം മറ്റേ ബിൻസിയുടെ വിഷയം സംസാരിച്ചു എന്നും അനുമോളോട് ചോദിക്കുമ്പം അതിന് മുമ്പൊക്കെ അനുമോളും അപ്പാനിയായിട്ട് ഒരു പ്രശ്നമില്ല. എപ്പോഴും അപ്പാനിയുടെ കൂടെ തന്നെയാണ് അനുമോൾ ഇരുന്നത്. അപ്പൊ സംസാരിച്ചു. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞല്ലോ, അപ്പൊ നിനക്ക് സന്തോഷമായല്ലോ എന്ന് അപ്പാനി പറയുന്നുണ്ട്. ഞാനിതിന് സന്തോഷിക്കുന്നതിന് അനുമോൾ തിരിച്ചു പറയുന്നുണ്ട്. അപ്പം പുറത്ത് നീ പറഞ്ഞ വിഷയം പുറത്ത് എങ്ങനെയായിന്നറിയോ? അപ്പൊ അത് മാപ്പ് പറഞ്ഞാൽ തീരോ അനുമോളെ? അതൊക്കെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞ് തീർക്കുന്നതാണ് നല്ലത്. എനിക്ക് തോന്നി ഇന്ന് നടന്നത് അതാണ്. എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയത് നന്നായിന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ വലിച്ചു കീട്ടി പുറത്ത് കൊണ്ടുപോയിട്ട് വലിച്ച് അടിച്ചൊതുക്കാതെ ഇവിടെ വച്ചിട്ട് പറഞ്ഞു തീർക്കുന്ന പോലെയാണ് പറഞ്ഞു തീർക്കുന്നത് നന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് പോയിട്ട് എന്തിനാണ് അലക്കുന്നത്? അതിന് പേരെ ഇവിടെ വെച്ച് തന്നെ ഡ്രൈ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വൃത്തിയാക്കുന്നതല്ലേ. പിന്നീട് ബിൻസിയെ വിളിച്ചിരുത്തി അവിടെ സംസാരിക്കുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ബിൻസിനെ പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു സംഭവത്തിൽ ആദിലയും ശൈത്യയും ഒക്കെ ഇൻവോൾവ് ആണ്. പ്രത്യേകിച്ച് ഷാനവാസും ഇൻവോൾവ് ആണ്. പക്ഷെ അവരൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ആദില നല്ലതുപോലെ അനുമോക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ശൈത്യയും കൊടുക്കുന്നുണ്ട്. ശൈത്യയോട് എല്ലാ കാര്യങ്ങളും ശൈത്യയോട് അപ്പൊ ശൈത്യ ഇന്ന് കൈ വളർത്തി ഒച്ചി കൊടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിൽ ശരിക്കും പറഞ്ഞ അനുമോളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉണ്ട്. ആൻഡ് അനുമോൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് അനുമോളുടെ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ നല്ലതുപോലെ അതിലെയും ശൈത്യം എല്ലാം ഇൻവോൾവ് ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിലെല്ലാവരും ഇൻവോൾവ് ആണ്. ആൻഡ് അതുപോലെ ഈ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ RJ ബിൻസി അനുമോൾക്കെതിരെ ആനടിക്കുന്നുണ്ട്. നിന്നെ PR വെച്ച് തന്നെയാണ് ആനടിക്കുന്നത്. നിന്നെ പോലെ PR എടുത്ത് ലക്ഷങ്ങൾ എണ്ണി കൊടുത്തല്ല നീ ഇവിടെ നിൽക്കുന്ന തന്നെ. അങ്ങനെയല്ല, ഞാൻ PR കൊടുക്കാതെയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നീ ഇവിടെ ലക്ഷങ്ങളുടെ കണക്കുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ ആനടിക്കുന്നുണ്ട്. ഈ സമയം സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായി, ഞാൻ അന്തസ്സായിട്ട് നിന്നെ അടിയും തന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് RJ ബിൻസി അനുമോൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്.
ആൻഡ് ഇതിന് ശേഷം എന്തോന്നാണ് ശരത്തും ഇതിന് ശേഷം പറയുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഒരുത്തോണ്ട് ഷാനവാസ്, അയാൾ പോയത് കണ്ടോ, മിണ്ടാതെ ഇറങ്ങി പോയത് കണ്ടോ എന്നൊക്കെ അവിടെ ശരത്തിൽ നിന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഷാനവാസ് നല്ലപോലെ അവിടെ മുങ്ങിയിട്ടുണ്ടോ, അവിടെ നിന്ന് മുങ്ങി. ആൻഡ് പുറത്തിരുന്ന് പറയുന്നുണ്ട് ഇതാണ് അന്ന് ഇവിടെ ഇരുന്നിട്ട് ഷാനവാസ് എനിക്കെതിരെ പറഞ്ഞത്, ഓർമ്മയുണ്ടോ അക്ബറെ, അന്ന് പാതിരാത്രി ഷാനവാസ് ഇവർക്കെതിരെ ഒരു കാര്യമല്ലേ, നിന്നെ പൂട്ടാനുള്ള പണി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞില്ലേ. സംഭവം ഇത് ആർജെ ബിൻസിയുടെ, അത് നമുക്ക് അന്നേ മനസ്സിലായ ഒരു കാര്യമാണ്. ആൻഡ് ഇതിന് ശേഷം ബിൻസി കാമായിട്ട് എല്ലാം കേൾക്കുന്നുണ്ട്. ഇത് ഇവർക്കെല്ലാം അറിയായിരുന്നു, ബിൻസി മോളെ ഇവർക്കെല്ലാം അറിയായിരുന്നു ഇത് ഇങ്ങനെയാണ് സംഭവം. ഈ ആദില ന്യൂരയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അപ്പാനിയോട് മനസ്സിലായി, അത് അവൾ ഇങ്ങോട്ട് വന്നാണ് പിന്നീട് അപ്പാനി എന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇത് എന്തുകൊണ്ട് നീ ഇത് അപ്പ പറഞ്ഞില്ല എന്ന് ബിൻസി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം അനുമോൾ അപ്പ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അത് അനുമോളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉള്ള കാര്യങ്ങൾ അപ്പ പറയണം. പിന്നെ PR എന്ന് വെച്ചാൽ ഇവിടെ ശൈത്യ പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈത്യ പറഞ്ഞു PR നീ കൊടുത്ത അതേ PR ആണോ ഞാനും കൊടുത്തത്, എന്നിട്ട് അവൻ എന്നെ ചതിച്ചു എന്ന് പറയുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ PR കൊടുത്താലും നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് കൊടുത്താലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ അനുമോള് കണ്ടന്റ് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അനുമോക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് അവിടെ നിൽക്കുന്നവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? അത് കൊടുത്തിട്ടില്ലേ എല്ലാരും? കാരണം ഞാൻ ഈ അനുമോളെ പറ്റിയിട്ടുള്ള ഈ വലിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? എന്റെ അറിവ് ശരിയാണെങ്കിൽ അനുമോളെ ഇവരെല്ലാരും കൂടെ ബുള്ളി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ അനുമോളെ പറ്റിയിട്ടുള്ള വലിയ വലിയ വീഡിയോസ് ഫാൻസും അനുമോൾക്ക് ഇതോടെ സപ്പോർട്ട് കൂടി വരുന്നതായിട്ട് ഞാൻ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ അനുമോൾക്ക് ഈ കണ്ടന്റ് PR ഉണ്ടെങ്കിൽ PRന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കാനുള്ള എല്ലാ അവസരം കൊടുത്താൽ വീട്ടിലുള്ളവർ തന്നെയാണ്, അല്ലേ? എല്ലാ അവസരം കൊടുത്തത് വീട്ടിലുള്ളവർ തന്നെയാണ്. അപ്പൊ അനുമോളെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? സ്വന്തമായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്തിനാണ് അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവസരം കൊടുത്തത്? ആ പോസിറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് PRന് അതൊരു പോസിറ്റീവ് കണ്ടന്റ് ആയിട്ട് പുറത്തിറക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിക്കും, നമ്മൾ ഔട്ടാവും, വോട്ട് കുറയും, നമ്മൾ ഔട്ടാവും, ഒബ്വിയസ്ലി നമ്മൾ ഔട്ടാവും. ഇവിടെ ഞാൻ ഒരു കാര്യം ഈ ഗെയിമുള്ള സമയത്ത് വീട്ടിൽ നിന്നവരല്ല ഇപ്പൊ വന്ന് കയറിയവർ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇവരെ എങ്ങനെ അടിക്കണം, എങ്ങനെ ഒതുക്കണം എന്നൊക്കെ വിചാരിച്ച് വന്ന് അടിക്കുന്നവരാണ്. അതിന് ബിഗ് ബോസ് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ അടിക്കുന്നവരാണ്. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? കാരണം ആ ഒരു ഗെയിം നടക്കുന്ന സമയത്ത്, ഈ സീസൺ നടക്കുന്ന സമയത്ത് അവിടെ നിന്നവരാണോ ഇവിക്റ്റായിപ്പോട്ട് ഇപ്പൊ റീ എൻട്രിക്ക് തിരിച്ചു വന്നവര്? അല്ല, നല്ല വ്യത്യാസമുണ്ട്. ശൈത്യയൊക്കെ ഇപ്പൊ വാ തുറക്കുന്നുണ്ടില്ലേ? ശൈത്യ ആയാലും മുൻഷി ആയാലും ഈ പറയുന്ന ബിൻസിയൊക്കെ അപ്പൊ ആ സമയത്ത് വാ തുറന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. ആൻഡ് ഇത് അവിടെ ഈ ഒരു സംസാരത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഇതിനുശേഷം അപ്പാനി എടുത്ത് പോയി ബിൻസി ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞോ, ബിൻസിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞോ? അപ്പൊ എന്നിട്ട് അപ്പാനി പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ അപ്പാനി അനുവിന്റെ ഈ ടോക്കൊന്നും അവിടെ കാണിച്ചിട്ടില്ല, ഞാൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഇനി BB+ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇത് ശരിക്കും അപ്പാനിയാണ് ഇവിടെ കള്ളം പറഞ്ഞ, അനുമോളാണെന്ന് അറിയില്ല. പക്ഷെ അനുമോള് പറയുന്നുണ്ട് ബിൻസി ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞത്. പക്ഷെ അപ്പാനി പിന്നീട് പറയണം ഞാൻ കുറച്ച് ഫണ്ണായിട്ടാണ് പറയുന്നത്, അപ്പാനി പിന്നെ മാറ്റി പറയുന്നത്. അപ്പൊ ബിൻസി പറയുന്നുണ്ട് ഇതെങ്ങാനും അല്ലെങ്കിൽ ബിൻസിയുടെ തനി സ്വഭാവം നീ കാണും എന്ന് പറഞ്ഞ അപ്പാനിയുമായിട്ട് ബിൻസി ഒന്ന് ഉരസുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സത്യം പറയല്ലേ, ഇനി മിക്കവാറും നാളെ വരാൻ പോകുന്നത് ആര്യൻ, രേണു ഇവരൊക്കെ ആയിരിക്കും നാളെ വരുന്നത്. അത് മാത്രമല്ല നാളെ ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. മിക്കവാറും 2 പേര് ഒരാളൊക്കെ എവിക്റ്റ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് ടോപ്സ്. അപ്പം ബുധനാഴ്ചയല്ലേ? എനിവേ നാളെ ആര് എവിക്റ്റ് ആവോ? അത് പ്രമോ എന്നാലല്ലേ, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും എവിക്ഷൻ നടക്കുന്നത്. മിഡ് വീക്ക് എവിക്ഷൻ ഉറപ്പായിട്ട് ഉണ്ടാവും. ഇപ്പം ആരാണ് എവിക്റ്റ് ആവുന്നത് നമുക്ക് അറിയില്ല. മാത്രമല്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവരൊക്കെ ഒരു ഗെയിമും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞത് ശരിയാണ്. ഇവർ ഗെയിമല്ല, എല്ലാം പേഴ്സണലി എടുത്താണ് ഇവർ അവിടെ നിൽക്കുന്നത് എന്ന് ഇപ്പം എല്ലാവരും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. എനിവേ ഇനി നാളെ ഇതിന്റെ പേരിൽ വലിയ ഫൈറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ എല്ലാം ഇതുപോലെ ഈ ബിൻസിയും അപ്പാനെ അങ്ങനെ പറഞ്ഞു തീർക്കുന്ന ഒരു രീതിക്ക് എല്ലാം പറഞ്ഞു തീർത്തിട്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് മൂന്നാമതൊരാൾ അടുപ്പിക്കാതെ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ പറഞ്ഞു തീർത്ത് വ്യക്തിപരമായിട്ട് പറഞ്ഞു തീർത്ത് എല്ലാം സോൾവ് ചെയ്തിട്ട് പോകുന്ന അതിലൊരു രസമുണ്ടടാ.
എന്നിട്ട് ഫണ്ണായിട്ട് കളി ചിരിയുമായിട്ട് പോകുന്ന എന്ത് രസമായിരുന്നു. ഇത് ഫിനാലെ വീക്ക് കുളമായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫിനാലെ വീക്ക് ശരിക്കും പറഞ്ഞാൽ കുളമായതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ റീ എൻട്രി വെച്ചിട്ട് ഇവരൊക്കെ അവിടെ വന്നിട്ട് ജാടയും ഷോയും പിന്നെ അതുപോലെ തന്നെ എന്താ അപ്പ കാണിക്കാത്ത ഗെയിമുള്ള സമയത്ത് കാണിക്കാത്ത കണ്ടന്റാണ് ഇപ്പൊ വാരി വിതറുന്നത്. എനിവേ നാളെ ആരൊക്കെയാണ് എൻട്രി ചെയ്യുന്നത്, നാളെ മിഡ് വീക്ക് എവിക്ഷൻ നടക്കുമോ, നാളെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് ഞാൻ നാളെ വരാം. ആൻഡ് ടിൽ ദെൻ ബൈ ബൈ ആൻഡ് താങ്ക് യു.